Good morning to all. Welcome to our accountancy class. In the previous class, we discussed about income and expenditure account. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നാണ്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ അതേപോലെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് റെക്കോർഡ്സ് ഇൻ ഡെബിറ്റ് സൈഡ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓൾ ഇൻകംസ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസുകളും, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകംസും ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത് വിത്തിൻ എ 1 ഇയറിലുള്ള റവന്യൂ റെക്കോർഡ്സ് മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഇൻകംസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ പ്രോബ്ലം റിലേറ്റിംഗ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. ക്വസ്റ്റ്യൻ: ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ KFA ക്ലബ്ബ് ഫോർ ദ ഇയർ എൻഡഡ് March 31st, 2017 were bank charges rupees 200, general expenses rupees 1000, entrance fee rupees 2000, donation for club pavilion rupees 10,000, purchase of furniture rupees 800, construction of pavilion rupees 8,000, tax rupees 600, salary rupees 3,500, membership fee rupees 500, subscription rupees 3,500, insurance rupees 2,000, rent received rupees 6,000. Adjustment 1: outstanding subscription rupees 3,000. Second one: rent of auditorium due but not yet received rupees 1,500. Outstanding salary rupees 10,000. Fourth one: insurance paid in advance rupees 500. താഴെ എഴുതുക പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, കാരണം ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു വിത്തിൻ എ 1 ഇയറിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് കാണിക്കുക, അതായത് റവന്യൂ നേച്ചർ ഓഫ് ഐറ്റംസ് മാത്രമാണ് കാണിക്കുക. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, വെദർ ഇറ്റ് ഈസ് റവന്യൂ ഓർ ക്യാപിറ്റൽ നേച്ചർ, അതുപോലെ തന്നെ പ്രൊസീഡിങ് ഇയർ, സക്സീഡിങ് ഇയർ, കറൻറ്റ് ഇയറിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ചു. ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് റവന്യൂ നേച്ചർ ഐറ്റംസും ക്യാപിറ്റൽ നേച്ചർ ഐറ്റംസും ഐഡൻറ്റിഫൈ ചെയ്യണം. റവന്യൂ നേച്ചർ ഐറ്റംസ് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെയാണ് ആദ്യം റവന്യൂ നേച്ചർ ഐറ്റംസ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ KFA ക്ലബ്ബ് ഫോർ ദ ഇയർ എൻഡഡ് March 31st, 2017 were bank charges rupees 200. ബാങ്ക് ചാർജസ് റവന്യൂ നേച്ചറാണ്. ജനറൽ എക്സ്പെൻസസ് rupees 1000, ജനറൽ എക്സ്പെൻസസും റവന്യൂ നേച്ചറാണ്. എൻട്രൻസ് ഫീ rupees 2000. എൻട്രൻസ് ഫീ എന്താണ്? അതും റവന്യൂ നേച്ചർ ഓഫ് ഐറ്റംസ് ആണ്. എൻട്രൻസ് ഫീ rupees 2000. എൻട്രൻസ് ഫീ ട്രീറ്റഡ് ആസ് റവന്യൂ ഇൻകം. റവന്യൂ ഇൻകം ആയിട്ടാണ് എൻട്രൻസ് ഫീ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ ക്ലബ്ബ് പാവിലിയൻ. ഡൊണേഷൻ ഫോർ
ക്ലബ്ബ് പാവിലിയൻ റുപ്പീസ് 10,000. ഡൊണേഷനൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ നേച്ചറിലാണ് ഡൊണേഷനെ കണക്കാക്കുന്നത്. ഇനി ഡൊണേഷൻ്റെ കേസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും റവന്യൂ നേച്ചറായിട്ട് കണക്കാക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റവന്യൂ നേച്ചറായിട്ട് കണക്കാക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഭാഗത്ത് പഠിക്കാനുണ്ട്. ദെൻ അതുകൊണ്ട് ഡൊണേഷൻ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ നേച്ചറായിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. ദെൻ നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഫർണിച്ചർ റുപ്പീസ് 800. ഫർണിച്ചർ വാങ്ങിക്കുന്നത് എന്താണ്? അത് നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഫർണിച്ചറൊക്കെ എന്താണ്? ക്യാപിറ്റൽ നേച്ചറാണ്. അതുകൊണ്ട് നമ്മൾ അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. ദെൻ നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് പാവിലിയൻ റുപ്പീസ് 8,000. പാവിലിയൻ്റെ നിർമ്മാണം, കൺസ്ട്രക്ഷൻ ഓഫ് പാവിലിയൻ ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുക കൺസ്ട്രക്ഷൻ ഓഫ് എ പാവിലിയൻ. ദെൻ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാറില്ല. ദെൻ നെക്സ്റ്റ് ടാക്സ് റവന്യൂ നേച്ചറാണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ സാലറി റുപ്പീസ് 3,500. സാലറി ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ നേച്ചർ ഓഫ് ഐറ്റം. മെമ്പർഷിപ്പ് ഫീ ക്യാപിറ്റൽ നേച്ചർ ഓഫ് ഐറ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല. ദെൻ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ റുപ്പീസ് 3,500. ഇത് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷനാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ ഇൻഷുറൻസ് പേയ്മെൻറ്റ് എന്താണ്? റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചറാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ദെൻ റെൻറ്റ് റിസീവ്ഡ് റവന്യൂ നേച്ചർ ഓഫ് ഇൻകാണ്. എമൗണ്ട് 6,000. ഇതും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ദെൻ താഴെ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റുപ്പീസ് 3,000. ഫസ്റ്റ് വൺ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ റുപ്പീസ് 3,000. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഈ വർഷം കിട്ടാനുള്ള എമൗണ്ട് ആണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. ഈ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ട് ആഡ് ചെയ്ത് കാണിക്കണം. അതായത് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് കാണിക്കേണ്ടത്. ദെൻ സെക്കൻഡ് വൺ റെൻ്റ് ഓഫ് ഓഡിറ്റോറിയം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് യെറ്റ്. റെൻ്റ് ഓഫ് ഓഡിറ്റോറിയത്തിൻ്റെ റെൻ്റ് റുപ്പീസ് 1,500 ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ ഈ വർഷം കിട്ടിയിട്ടില്ല. അതും ഈ വർഷം കിട്ടാനുള്ള ഇൻകമാണ് ബട്ട് നോട്ട് റിസീവ്ഡ്. നമ്മൾ എന്ത് ചെയ്യണം? റെൻ്റ് റിസീവ്ഡിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് റെൻ്റ് എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ തേർഡ് വൺ ഔട്ട്സ്റ്റാൻഡിങ് സാലറി റുപ്പീസ് 10,000. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അതായത് ഈ വർഷം കൊടുക്കാനുള്ള സാലറിയാണ്, പക്ഷേ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ഈ വർഷത്തെ സാലറിയുടെ എമൗണ്ടിൻ്റെ കൂടെ 10,000 ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ ലാസ്റ്റ് വൺ ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് റുപ്പീസ് 500. ഇൻഷുറൻസ് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് അടുത്ത വർഷത്തേക്ക് കൂടെയുള്ള അഡ്വാൻസ് ആയിട്ട് 500 രൂപ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഈ വർഷത്തേതാണോ? അല്ല, അടുത്ത വർഷത്തേക്ക് അഡ്വാൻസ് കൊടുത്തതാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കണം. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ കാണിക്കുക. സോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻഷുറൻസ് എമൗണ്ടിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള 500 രൂപ മൈനസ് ചെയ്ത് കാണിക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വർക്കൗട്ട് ചെയ്തത് നോക്കാം. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് ഇൻകംസും ആണ്. അപ്പോൾ എല്ലാവരും കോളം വരയ്ക്കുക. കോളം വരച്ചിട്ട് ഡെബിറ്റ് സൈഡിനെ DR എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ക്രെഡിറ്റ് സൈഡിനെ CR എന്നും റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഹെഡിങ് എഴുതുക
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. ദെൻ ഡെബിറ്റ് സൈഡിലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിന് പേര് കൊടുക്കുക എക്സ്പെൻഡിച്ചർ. ദെൻ സെക്കൻഡ് കോളം എമൗണ്ട് കോളം. ദെൻ ക്രെഡിറ്റ് സൈഡിലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിന് പേര് കൊടുക്കുക ഇൻകം. ദെൻ എമൗണ്ട് കോളം. ഇത്രയാണ് കോളം വരയ്ക്കാനുള്ളത്. ദെൻ ആദ്യം ഇൻകംസ് നോക്കാം, അതായത് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് നോക്കാം. ആദ്യം കാണിക്കുന്നത് എൻട്രൻസ് ഫീ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ആ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലബിന് കിട്ടുന്ന വരുമാനമാണ് അല്ലേ, അതായത് റവന്യൂ നേച്ചർ ഓഫ് ഇൻകം ആണ്. അതുകൊണ്ട് എൻട്രൻസ് ഫീനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എമൗണ്ട് 2000. നിങ്ങൾ എഴുതുക എൻട്രൻസ് ഫീ എമൗണ്ട് 2000. ദെൻ നെക്സ്റ്റ് വരുന്ന ഇൻകമാണ് സബ്സ്ക്രിപ്ഷൻ. എന്താണ് സബ്സ്ക്രിപ്ഷൻ? അതായത് ആ ഒരു ക്ലബിൻ്റെ വരിസംഖ്യയാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ആ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 3500 ആണ്. ആ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടാനുള്ള എമൗണ്ടാണ് ബട്ട് നോട്ട് റിസീവ്ഡ്. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഈ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കണം. അതായത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 3500 ആണ്. ആ 3500നോട് കൂടിയിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 3000 എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ എഴുതുക 6500. ദെൻ നെക്സ്റ്റ് വരുന്ന ഇങ്കാണ് റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് റിസീവ്ഡ് എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 6000 ആണ്. ദെൻ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. റെൻറ്റ് ഓഫ് ഓഡിറ്റോറിയം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അതായത് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം ആഡ് ചെയ്ത് കാണിക്കണം. ആഡ് അക്രൂഡ് ഇൻകം. അക്രൂഡ് റെൻറ്റ് എമൗണ്ട് 1500, 1500 ആണ് അക്രൂഡ് റെൻറ്റിൻ്റെ എമൗണ്ട്. ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് 6000 പ്ലസ് 1500 എമൗണ്ട് 7500. ഇത്രയാണ് ഇൻകംസ് വരുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള റവന്യൂ ഇൻകംസ് ഇത്രയും ഐറ്റംസ് ആണ് വരുന്നത്. ദെൻ ഇനി എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. എക്സ്പെൻഡിച്ചറിൽ ആദ്യം വരുന്ന ഐറ്റമാണ് ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200. അത് നമ്മൾ എക്സ്പെൻഡിച്ചർ കോളത്തിൽ എഴുതി. ബാങ്ക് ചാർജസ് എമൗണ്ട് കോളത്തിൽ 200. ദെൻ നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസസ്. അടുത്ത റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ് ജനറൽ എക്സ്പെൻസസ് എമൗണ്ട് 1000. ദെൻ എമൗണ്ട് കോളത്തിൽ കാണിക്കുക 1000. നെക്സ്റ്റ് വരുന്നത് ടാക്സും റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻസ് ആണ്. ടാക്സിൻ്റെ എമൗണ്ട് 600 എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് സാലറിയുടെ എമൗണ്ട് 3500. ദെൻ സാലറിയുടെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്? ഔട്ട്സ്റ്റാൻഡിങ് സാലറി റുപ്പീസ് 10,000. സാലറി ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഈ വർഷം കൊടുക്കാനുള്ളതാണ് പക്ഷെ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. സാലറിയുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് 3500. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറിയുടെ എമൗണ്ട് 10,000. ടോട്ടൽ ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടുന്നത് 13,500, 13,500 രൂപ. അത് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ നെക്സ്റ്റ് റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2000 ആണ് എമൗണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് റുപ്പീസ് 500. അതായത് അടുത്ത വർഷത്തേക്ക് ഈ വർഷം മുൻകൂറായിട്ട് എമൗണ്ട് അടച്ചിട്ടുണ്ട്, അതാണ് 500. ദെൻ ഇൻഷുറൻസിൻ്റെ എമൗണ്ടിൽ നിന്നും ഈ 500 മൈനസ് ചെയ്ത് കാണിക്കുക. എഴുതുക ഇൻഷുറൻസ് ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 2000 ലെസ് പ്രീപെയ്ഡ് 500 മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് 1500. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള റവന്യൂ നേച്ചർ ഓഫ് ഇൻകംസും റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചറും. ദെൻ ടോട്ടൽ ചെയ്യുക.
ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഏത് സൈഡാണോ കൂടുതൽ ആ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതി വയ്ക്കുക. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലും എഴുതി വയ്ക്കുക. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് 16,800, 16,800. ഈ 16,800 ഡെബിറ്റ് സൈഡിലും കാണിക്കുക, അതുപോലെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക. 16,800 ഡെബിറ്റ് സൈഡിലും എഴുതി വയ്ക്കുക, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും എഴുതി വയ്ക്കുക. ദെൻ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് ടോട്ടൽ ചെയ്ത് മൈനസ് ചെയ്യുക. അതായത് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ആയിട്ടുള്ള 16,800 നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുക. എൻട്രൻസ് ഫീ, സബ്സ്ക്രിപ്ഷൻ, റെൻറ്റ്, റിസീവ്ഡ്, ഇത്രയും എമൗണ്ടിൻ്റെ ടോട്ടൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 800 റുപ്പീസാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡിഫറൻസ്. ഈ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡെഫിസിറ്റ്. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ, ഇൻകം കുറവാണ്. അത് കാരണം ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡിഫറൻസ് ഡെഫിസിറ്റ്. ഇങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത് റവന്യൂ നേച്ചർ ഓഫ് ഐറ്റംസ് മാത്രമാണ്. അതായത് വിത്തിൻ 1 ഇയറിൽ ആ സ്ഥാപനത്തിന് ഉണ്ടാകുന്ന ഇൻകംസും എക്സ്പെൻഡിച്ചറും മാത്രമായിരിക്കും. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ നമ്മൾ കാണിക്കാറില്ല. അതായത് ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസുകൾ കാണിക്കാറില്ല. അതുപോലെ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മൈനസ് ചെയ്യാനുള്ളതാണെങ്കിൽ മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ ക്യാപിറ്റൽ നേച്ചർ ഓഫ് ഇൻകംസും എക്സ്പെൻഡിച്ചറും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാറില്ല. ഇത്രയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ: ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. താഴെ എഴുതുക: ക്യാഷ് ഇൻ ഹാൻഡ് 1st January 2018 rupees 5,000. Cash at bank 1st January 2018 rupees 20,000. Next, donation received rupees 10,000. Then interest received rupees 3,000. Next one, paid insurance rupees 2,000. Next, purchase furniture rupees 15,000. Next, postage rupees 200. Next one, purchase of medicine 4,000. Next, entrance fee rupees 1,000. Next one, endowment fund received rupees 5,000. Next one, subscription rupees 20,000. Next, rent from auditorium rupees 1,500. Then salary paid rupees 3,000. Honorarium to secretary rupees 4,000. Next one, loans and advances given 4,000. താഴെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതുക. ഫസ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 6,000. റെൻ്റ് ഓഫ് ഓഡിറ്റോറിയം ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ് 1,300. നെക്സ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 4,500. നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 3,000. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് ആദ്യം റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻസ് ഓർ ഇൻകംസ്, അതുപോലെ ക്യാപിറ്റൽ നേച്ചർ ഓഫ് എക്സ്പെൻസ് ഓർ ഇൻകംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ വർക്കൗട്ട് ചെയ്യുക.